Hello my dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry part 8. As already discussed in the previous class, we are studying about electrolytic cell, that is the process electrolysis. Electrolysis എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസിൽ പറഞ്ഞത് നമ്മൾ കറണ്ട് പാസ് ചെയ്യിച്ച് ഒരു ഇലക്ട്രോലൈറ്റിനെ ഡീകമ്പോസ് ചെയ്യിച്ച് പ്രോഡക്ട്സ് ഫോം ചെയ്യുവാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എത്രത്തോളം എത്ര എമൗണ്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് തന്നെ വ്യക്തമായി കാണും. ഓക്കെ, എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നോ അത്രയും റിയാക്ഷൻ അവിടെ നടക്കും. ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് വിൽ ബി ഫോംഡ്. അപ്പോൾ ഇത് ലോസ് ആയിട്ട് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ് ഫാരഡേ. ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ ലോസ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയ സയൻറ്റിസ്റ്റ് ആണ് ഫാരഡേ അല്ലേ. അപ്പോൾ ഫാരഡേ ഇലക്ട്രോളിസിസിനെ കുറിച്ച് രണ്ട് ലോസ് പറഞ്ഞിട്ടുണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസും ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസും. അപ്പോൾ നമുക്ക് എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ, ദ വെയിറ്റ് ഓഫ് ദി product formed, deposited or liberated at any electrode is directly proportional to the charge passed through it, or we can say that the current passed through it. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെല്ല് ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കുവാണ്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, കാഥോഡ്, ആനോഡ് ആൻഡ് സെൽ ഫോർ കറണ്ട്. ഇതായിരുന്നു ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെല്ലിൽ നിന്ന് ഇതിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണോ ആ കറണ്ടിന് അനുസരിച്ചായിരിക്കും ഇവിടെ ഇലക്ട്രോലൈറ്റിന് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായാലും ലിബറേറ്റ് ചെയ്യുന്നതായാലും അത് ഈ പാസ് ചെയ്യുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. അപ്പൊ കറണ്ട് എന്ന് പറയുന്നതിന് പകരം ഫാരഡേ ഉപയോഗിച്ചത് ചാർജ് എന്നുള്ള വേർഡാണ്. കാരണം നമ്മളിവിടെ കണ്ടിരുന്നു, ഇപ്പൊ സോഡിയം ആണ് ഈ ഒരു റെസ്പെക്റ്റീവ് ഇലക്ട്രോഡിലേക്ക് വരുന്നതെങ്കിൽ Na++1 ഇലക്ട്രോൺ ഗിവിങ് Na, ഈ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് ഈ കറണ്ടിൽ നിന്ന് കിട്ടേണ്ടത്. ഓക്കെ, ചാർജ് അതാണ് ഇലക്ട്രോൺസിനെ കിട്ടേണ്ടത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് എത്ര ചാർജ് കിട്ടുന്നോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ വെച്ചാണ് നമ്മൾ കറണ്ടിനെ ഡിനോട്ട് ചെയ്യുക അല്ലെ. അതിന്റെ യൂണിറ്റ് ആംബിയേഴ്സ് ആണ്. 2 ആംബിയേഴ്സ് 3 ആംബിയേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഓക്കെ, അത് ഇതിലൂടെ എത്ര നേരം പാസ് ചെയ്യുന്നോ കൂടുതൽ സമയം നമ്മൾ കറണ്ട് കൊടുത്തോണ്ടിരുന്നാൽ കൂടുതൽ റിയാക്ഷൻ നടക്കും അല്ലെ. അപ്പൊ കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ അത് സമയം ടി ആണ് അല്ലേ. ഓക്കെ, അപ്പൊ കറണ്ട് എത്ര നേരം പാസ് ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യണേന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലേ. അപ്പോൾ ഈ ഐ ഇൻറ്റു ടീനെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുക അല്ലെ. ക്യൂ ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ക്യൂ ചാർജ് എന്ന് പറയുന്നത് ഐ ഇൻറ്റു ടി ആണ്. ഓക്കെ, അപ്പോ കറണ്ട് ഇത്ര നേരം പാസ് ചെയ്യുന്നതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നതിന് പകരം ഫാരഡേ ഒരൊറ്റ വേർഡിൽ പറഞ്ഞു ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. അപ്പൊ രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഇപ്പൊ ഇവിടെ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇതിലൂടെ എത്ര കറണ്ട് എത്ര നേരം പാസ് ചെയ്യുന്നു അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ ഐന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് എഴുതാം ടിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം W ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഇൻറ്റു ടി. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് എന്ത് എഴുതാം? W ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. അപ്പൊ രണ്ട് രീതിയിലും എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലും ഐ ഇൻറ്റു ടി വെച്ചിട്ടാണ് പറയാറ്. ചാർജിനേക്കാൾ കൂടുതൽ നമ്മൾ ഐ ഇൻറ്റു ടി ആണ് എടുക്കാറ്. ഓക്കെ, രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റിയിട്ട് ഇസ് ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് വേണം അല്ലെ. ആ കോൺസ്റ്റന്റിനെ ഫാരഡേ സെലക്ട് ചെയ്തത് Z ആയിട്ടാണ് കേട്ടോ. Z ഇൻറ്റു ഐ ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോ W ഇസ് ഈക്വൽ ടു Z I T. Z I T എന്നാണ് ഫാരഡേസ് ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ വരുന്നത്. വിച്ച് മീൻസ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് at any electrodes is directly proportional to the
current passed through it for how long എന്ന് directly proportional ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് what is this Z? Z is termed as electrochemical equivalent. Z is termed as electrochemical equivalent. Z is termed as electrochemical equivalent. Okay, അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ W is equal to ZIT യിൽ I is equal to 1 ആംപിയർ ആണ്. ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണ്. ഒരു സെക്കൻഡ് നേരത്തേക്കാണ് ഞാൻ പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 1 ആംപിയർ കറണ്ട് is passed through the solution for 1 second. അല്ലെങ്കിൽ നമുക്ക് പറയാം I into T ആയിട്ട് പറയുമ്പോൾ ഇത് 1 കൂളംബ് ആണെന്ന് പറയാം അല്ലേ. 1 കൂളംബ് ചാർജ് പാസ് ചെയ്യുന്നു എന്നും പറയാം. രണ്ട് രീതിയിലും പറയാം. 1 ആംപിയർ ഫോർ 1 സെക്കൻഡ് എന്നും പറയാം, അല്ലെങ്കിൽ 1 കൂളംബ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ 1 കൂളംബ് ചാർജ് ആണ് ഞാൻ ഈ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് പ്രോഡക്റ്റ് ഫോം ചെയ്തു, എങ്ങനെ ഇക്വേഷനിലേക്ക് കൊടുക്കും? W is equal to, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് is equal to Z into 1 into 1 അല്ലേ, ഇങ്ങനെയല്ലേ വരിക. അല്ലെങ്കിൽ നമുക്ക് എഴുതാം W is equal to എന്ത് വരും? Z എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ? Z എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡ് നേരത്തേക്ക് കൊടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ Z എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി weight deposited or liberated at any electrode when 1 ampere current is passed through the solution for 1 second. അല്ലെങ്കിൽ നമുക്ക് പറയാം when 1 coulomb charge is passed through the solution. Weight deposited when 1 coulomb charge is passed through the solution. രണ്ട് രീതിയിലും പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഓർത്തു വെക്കണം. 1 coulomb എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, 1 ആംപിയർ ഫോർ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ്. 1 കൂളംബ് ചാർജ് പാസ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ആ സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഓരോ മെറ്റീരിയലിനും കോപ്പറിന് ഒരു വാല്യൂ ഉണ്ടാവും, സിങ്കിന് ഒരു വാല്യൂ ഉണ്ടാവും. അതുപോലെ ഏത് മെറ്റൽസ് എടുത്താലും ഏത് എലമെന്റ്സ് എടുത്താലും അവർക്കൊക്കെ ഒരു Z വാല്യൂ ഉണ്ടാവും. അതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും Z എങ്ങനെ കണ്ടുപിടിക്കുന്നു കുറച്ച് എക്സാമ്പിൾസ് വഴി നോക്കാം. അപ്പോൾ ഞാൻ കോപ്പറിന്റെ ഡെപ്പോസിഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന റിയാക്ഷൻ ഉറപ്പായിട്ടും Cu2+ എന്ന് പറയുന്ന ഒരു അയോൺ ആയിരിക്കും നമ്മൾ സൊല്യൂഷനിൽ എടുത്തിട്ടുണ്ടാവുക. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ് മിക്കവാറും നമ്മൾ ചൂസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ആ ഒരു ഇലക്ട്രോലൈറ്റിൽ ആ കോപ്പറിന്റെ കോമൺ ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ സൊല്യൂഷനിലുള്ളത് Cu2+ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കും റിയാക്ഷൻ നടക്കാൻ പോകുന്നത്? Cu2+ + 2 ഇലക്ട്രോൺ ഗിവിംഗ് Cu. അപ്പൊ ഏതെങ്കിലും ഒരു ഇലക്ട്രോളിസിസിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുണ്ടാകാൻ പോകുന്ന റിയാക്ഷൻ ഇതാണ്. Cu2+ + 2 ഇലക്ട്രോൺ ഗിവിംഗ് Cu എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരിക്കും കോപ്പറിന്റെ കേസിൽ എല്ലായിടത്തും നടക്കുക. ഓക്കെ, അതുപോലെ എല്ലാ എലിമെന്റ്സിനും അവരുടെ വാലൻസി അനുസരിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും ജനറലി ആ സൊല്യൂഷനിൽ നടക്കുക അല്ലെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ സിങ്ക് എന്ന് പറയുമ്പോഴും 2+ ആയിരിക്കും, അലൂമിനിയം എന്ന് പറയുമ്പോൾ 3+ ആയിരിക്കും സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ കോപ്പർ ആയതുകൊണ്ട് Cu2+ + 2 ഇലക്ട്രോൺ ഗിവിംഗ് Cu എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക. അപ്പൊ എനിക്ക് ഇവിടെ പറയാം, നോക്കിക്കേ, മോൾ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് പറയും? 2 മോൾ ഇലക്ട്രോൺസ് പാസ് ചെയ്തു വന്നപ്പോ, കറണ്ട് വഴി 2 മോൾ ഇലക്ട്രോൺസ് പാസ് ചെയ്തു വന്നപ്പോ 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. 2 മോൾ ഇലക്ട്രോൺസ് പാസ് ചെയ്തു വന്നപ്പോഴാണ് 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തത്. കോപ്പറിന്റെയും സിങ്കിന്റെയും ഒക്കെ അറ്റോമിക് വെയിറ്റ് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കോപ്പറിന്റെ അറ്റോമിക് വെയിറ്റ് 63.5 ഗ്രാം ആണ് കേട്ടോ. സിങ്കിന്റെ ആണെന്നുണ്ടെങ്കിൽ 65.3 ആണ്. ഇത് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, കോപ്പറിന്റെ 63.5. അപ്പോൾ 2 മോൾ ഇലക്ട്രോൺസ് റിസീവ് ചെയ്യുമ്പോഴാണ് 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ്
ഇതിനെയാണ് നമ്മൾ 1 ഫാരഡേ എന്ന് വിളിക്കുന്നത്. 1 മോൾ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് വരുമ്പോ എത്ര ചാർജ് ആണോ വരുന്നത് ആ ചാർജിനെയാണ് നമ്മൾ 1 ഫാരഡേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇലക്ട്രോളിസിസിൽ 1 മോൾ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജിനെയാണ് നമ്മൾ 1 ഫാരഡേ എന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചു വെക്കുക. അത് എത്രയായിരിക്കും 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളംസ് ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. 1 മോൾ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6.022 ഇൻറ്റു 10⁻23 ഉണ്ടാവും അല്ലെ? ഓക്കെ, ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 96487 കൂളംസ് എന്നാണ് കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നതാണ് 96500 കൂളംസ്. ഓക്കെ, അപ്പൊ 96500 കൂളംസ് ആണ് ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 ഫാരഡേ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 ഫാരഡേ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 1 ഫാരഡേ. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ 2 മോൾ ഇലക്ട്രോൺ ചെന്നപ്പോ 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് നമുക്കത് സിംപ്ലി 2 ഫാരഡേ ചെന്നപ്പോഴാണ് 1 മോൾ എന്ന് പറഞ്ഞ എത്ര ഗ്രാമാ? 63.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 96500 കൂളംസ് ചെന്നപ്പോഴാണ് 63.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 കൂളം ചാർജ് ചെല്ലുമ്പോൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്താൽ മതി? 63.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96500 എന്ന് ചെയ്താൽ പോരെ? ഇത് എത്രയാണോ ഇതാണ് 1 കൂളംബ് ചാർജ് പാസ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന വെയിറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണ്ടേ? ഇസഡ് എന്ന് വിളിക്കണ്ടേ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എല്ലാവരുടെയും ഇസഡ് കണ്ടുപിടിക്കാം. നോക്കിക്കേ എങ്ങനെ എഴുതുന്നത്? അവരുടെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുന്നു അക്കോർഡിംഗ് ടു വാലൻസി. അതിൽ നിന്ന് നമ്മൾ പറയുന്നു 2 മോൾ ഇലക്ട്രോൺ ചെല്ലുമ്പോൾ 1 മോൾ കോപ്പർ എന്ന് എഴുതുന്നു. 2 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ഫാരഡേ ആണ്. 1 മോൾ കോപ്പർ എന്ന് പറഞ്ഞാൽ 63.5 ഗ്രാം ആണെന്ന് എഴുതി. ഓക്കെ, അപ്പൊ 2 ഫാരഡേ കൊടുക്കുമ്പോൾ 63.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. ഈ 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 96500 കൂളംസ് ആണ്. ടോട്ടൽ അത്രയും ചാർജ് ചെല്ലുന്നുണ്ട്. അപ്പൊ മാത്രമേ 63.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 1 കൂളംബ് ചെല്ലുമ്പോൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും? 63.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96500. ഇനി തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു 1 കൂളംബ് ചാർജ് ചെല്ലുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റിനെയാണ് നമ്മൾ ആ സബ്സ്റ്റൻസിന്റെ ഇസഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കോപ്പറിന്റെ ഇസഡ് ആണിത്. കോപ്പറിന്റെ ഇസഡ് ആണ് 63.5 ബൈ 2 ഇൻറ്റു 96500. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന്റെയോ? അലൂമിനിയത്തിന്റെ എന്ത് വരും? അലൂമിനിയം 3+ പ്ലസ് 3 ഇലക്ട്രോൺ ഗിവിംഗ് അലൂമിനിയം. അലൂമിനിയം ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്താൽ എന്തായാലും അത് 3+ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന റിയാക്ഷൻ ഇതായിരിക്കും. Al3+ പ്ലസ് 3 ഇലക്ട്രോൺ ഗിവിംഗ് Al. അപ്പൊ നമുക്ക് പറയാം 3 ഫാരഡേ 3 മോൾ ഇലക്ട്രോൺ 3 മോൾ ഇലക്ട്രോൺ റിസീവ് ചെയ്യുമ്പോഴാണ് 1 മോൾ അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു 3 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ഫാരഡേ ആണ്. 3 ഫാരഡേ ചെല്ലുമ്പോഴാണ് 27 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 3 ഫാരഡേ മീൻസ് 3 ഇൻറ്റു 96500 കൂളംസ് ചെല്ലുമ്പോഴാണ് 27 ഗ്രാംസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 കൂളംബ് ചെല്ലുമ്പോഴോ 27 ബൈ 3 ഇൻറ്റു 96500 ഗ്രാംസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുക. 1 കൂളംബ് ചെല്ലുമ്പോൾ അത്രയും ഗ്രാംസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഇതിനെ എനിക്ക് എന്ത് വിളിക്കാം? ഇസഡ് എന്ന് വിളിക്കാം. അപ്പൊ അലൂമിനിയത്തിന്റെ ഇസഡിനുള്ള ഇക്വേഷൻ എന്ത് കിട്ടി? ഇസഡ് ഇസ് ഈക്വൽ ടു 27 ബൈ 3 ഇൻറ്റു 96500. കണ്ടോ? ഇങ്ങനെ നമുക്ക് ആരുടെ വേണമെങ്കിലും ഇസഡ് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇഫ് ദിസ് ഇക്വേഷൻ വാലൻസി ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് നോൺ. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയാം Z is equal to equivalent weight by 96500 എന്ന് നമ്മൾ എഴുതും.
ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ആണ് ഇ. ശ്രദ്ധിക്കണം, ഇസഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ ആ സബ്സ്റ്റൻസിന്റെ ഇക്വാലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96500 ചെയ്താൽ മതി. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ് കേട്ടോ. അറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ് ഇക്വലന്റ് വെയിറ്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ രണ്ട് ഇക്വേഷൻ എഴുതി. ഇസഡ് ഓഫ് കോപ്പർ എന്താ വന്നത്? 63.5 ഡിവൈഡഡ് ബൈ 2 into 96500 എന്ന് വന്നു. ആ സമയത്ത് ഇസഡ് ഓഫ് അലൂമിനിയം വന്നത് 27/3 into 96500 എന്നാണ് വന്നത്. ഇങ്ങനെ ഏതിന്റെ വേണമെങ്കിലും നമുക്ക് എഴുതാം, ഈ പാറ്റേണിലേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 63.5/2 എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലായിടത്തും അത് വരുന്നുണ്ട്. ഇവിടെ നോക്കി 27/3 എന്താ അത്? അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി അല്ലേ? കണ്ടോ? അപ്പൊ അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പൊ അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ഇക്വലന്റ് വെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ അത് വെച്ച് റീപ്ലേസ് ചെയ്ത് ജനറൽ ആയിട്ട് ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ് Z is equal to equivalent weight by 96500. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോയിൽ പറയുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ ക്ലിയർ ആണ്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്താണെന്നാണ് ഇവിടെ കൃത്യമായിട്ട് അറിയേണ്ടത്. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടി വരിക. ഇനി ഇസഡ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഒരു കൂളമ്പ് ചാർജ് പാസ് ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് കൂടുതലാണ്. ഒരു കൂളമ്പ് കൊടുക്കുമ്പോൾ നല്ലോണം ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, ഇവിടെ റിയാക്ഷൻ കൂടുതലാണ് എന്നുള്ള ഒരു മീനിങ് ആണ് വരിക കേട്ടോ. ഒരു കൂളമ്പ് ചാർജ് പാസ് ചെയ്യുമ്പോൾ കുറേ വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നല്ലോണം റിയാക്ഷൻ നടന്നു, നല്ലൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ആയി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇസഡ് കൂടുതലുള്ളവരായിരിക്കും കൂടുതൽ ഡെപ്പോസിഷൻ നടത്തുക. ഓക്കെ, ദെൻ ഫാരഡേയുടെ അടുത്ത ലോ ആണ് ഫാരഡേസ് സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയിൽ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സബ്സ്റ്റൻസിലൂടെ എത്ര കറണ്ട് വരുന്നുണ്ടോ ആ റിസീവ് ചെയ്യുന്ന കറണ്ട് അനുസരിച്ചാണ് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഒരാളെ വെച്ചിട്ടാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ 3 ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, 3 ഇലക്ട്രോലൈറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, 3 സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, എന്നിട്ട് ഇത് സീരീസിൽ കണക്ട് ചെയ്തിട്ട് ഒരേ കറണ്ട് തന്നെയാണ് 3 ഇടത്തേക്കും കൊടുക്കുന്നത്. സീരീസ് ആയതുകൊണ്ട് ഒരേ കറണ്ട് തന്നെ 3 ഇടത്തും കിട്ടും. ഓക്കെ, അപ്പോഴും ഇവിടെ എല്ലായിടത്തും എത്തുന്ന കറണ്ട് സെയിം ആണ്. സീരീസ് ആയതുകൊണ്ട് എല്ലായിടത്തും എത്തുന്ന കറണ്ട് സെയിം ആണ്. അപ്പൊ ഫസ്റ്റ് ലോ മാത്രം നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും ഒരേ കറണ്ട് വരുന്നത് കൊണ്ട് ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് ഒന്ന് തന്നെയാണെന്ന്. ഒരേ കറണ്ട് ആകുമ്പോൾ ഒരേ വെയിറ്റ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യണേ എന്നായിരിക്കും ഫസ്റ്റ് ലോയിൽ നിന്ന് നമ്മൾ ഊഹിക്കുക. പക്ഷെ അങ്ങനെയല്ല, അതിനാണ് ഫാരഡേ സെക്കൻഡ് ലോ പറഞ്ഞിരിക്കുന്നത്. ഒരേ കറണ്ട് ആണ് വരുന്നതെങ്കിലും അത് റിസീവ് ചെയ്യുന്ന അയോൺസ് വേറെയാണ്. ആദ്യത്തെ ബീക്കറിൽ അത് റിസീവ് ചെയ്യുന്നത് H+ അയോൺസ് ആണ് റിസീവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബീക്കറിൽ അത് റിസീവ് ചെയ്യുന്നത് Cu2+ ആണ് റിസീവ് ചെയ്യുന്നത്. മൂന്നാമത്തെ ബീക്കറിൽ അത് റിസീവ് ചെയ്യുന്നത് Ag+ ആണ്. ഇവരുടെയൊക്കെ വാലൻസിയും ഇവരുടെയൊക്കെ അറ്റോമിക് വെയിറ്റും ഡിഫറെന്റ് അല്ലേ? ദാറ്റ് മീൻസ് അവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന വെയിറ്റും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഒരേ കറണ്ട് വന്നാലും റിസീവ് ചെയ്യുന്ന ആൾക്കാർ ഡിഫറെന്റ് ആണെങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റും ഡിഫറെന്റ് ആയിരിക്കും. ഇനി അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റിന് പ്രൊപ്പോർഷണൽ ആണ്. ഒരു കൂളമ്പ് കൊടുക്കുമ്പോൾ ഇസഡ് കൂടുതലുള്ള ആളായിരിക്കും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആർക്കാണോ ഇസഡ് കൂടുതൽ അയാൾ കുറെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇസഡ് ആർക്കാണോ കുറവ് അയാൾ കുറച്ചേ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് പറയാം weight deposited is directly proportional to Z. ഒരേ കറണ്ട് ചെന്നാലും weight deposited is directly proportional to Z. ഓക്കെ, അല്ലെങ്കിൽ weight deposited is directly proportional to E/96500 എന്ന് എഴുതാം. ഇസഡിന് പകരം E/96500 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് W directly proportional to E എന്നും എഴുതാം, ഇക്വലന്റ് വെയിറ്റ് എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് സബ്സ്റ്റൻസിൽ കൂടി ഒരേ കറണ്ട് പോകുമ്പോൾ അവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന വെയിറ്റ് W1/W2 is equal to Z1/Z2, അല്ലെങ്കിൽ നമുക്ക് എഴുതാം E1/E2. ഓക്കെ, ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. അപ്പോ ഒരേ കറണ്ട് ഡിഫറെന്റ് ആൾക്കാരെ കൂടി
പാസ് ചെയ്യുമ്പോൾ അതിൽ ആരുടെ ഇസഡ് ആണോ കൂടുതൽ അയാൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ വെയിറ്റ് ഡെപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസഡ് അല്ലെങ്കിൽ ഇക്വലന്റ് വെയിറ്റ്. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളില് നമ്മൾ എന്ത് ചെയ്യണം, ആരുടെ ഇസഡ് ആണ് കൂടുതൽ എന്ന് നോക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ H+ന്റെ ഇസഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അതിന്റെ ഇക്വലന്റ് വെയിറ്റ് ബൈ 96500 ചെയ്യണം. ഇക്വലന്റ് വെയിറ്റ് ഹൈഡ്രജന്റെ 1 ആണ്. അപ്പോൾ 1/96500 ആണ്. ഇനി കോപ്പറിന്റെ ആണെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ കണ്ടു ഇസഡ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 63.5/2 × 96500 ആണ്. ഓക്കെ, ഇനി സിൽവറിന്റെ ആണെങ്കിൽ ഇസഡ് ഓഫ് സിൽവർ എന്ന് പറയുന്നത് എത്ര വരും, സിൽവറിന്റെ വെയിറ്റ് 108 ആണ് കേട്ടോ, ബൈ വാലൻസി 1 ആണ് ഇൻറ്റു 96500 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇസഡ് വരുന്നത് ആർക്കാണ്, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ആർക്കാ വരുന്നത്, സിൽവറിനാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഒരേ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഡെപ്പോസിഷൻ നടക്കുന്നത് ഈ ഇലക്ട്രോഡിലായിരിക്കും. സിൽവർ ഇരിക്കുന്ന ഈ ഇലക്ട്രോഡിലായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇസഡ് ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രോളിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പഠിച്ചു, ദെൻ ആ ഇലക്ട്രോളിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ലോസും പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ ലോസ് വെച്ചിട്ട് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് മെർക്കുറി വിൽ ബി deposited or produced by electrolyzing 1 molar HgNO3 twice solution with a current of 2 ampere for 3 hours. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, HgNO3 മെർക്കുറിക് നൈട്രേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനിലൂടെ 2 ആംപിയർ കറണ്ട് 3 മണിക്കൂർ നേരത്തേക്ക് പാസ് ചെയ്യിച്ചാൽ എത്ര മോൾസ് ഓഫ് മെർക്കുറി വിൽ ബി പ്രൊഡ്യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് Hg എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് Hg2+ ആയിട്ടാണ് അല്ലെ. നമുക്കിത് കാണുമ്പോൾ അറിയാം Hg2+ഉം 2NO3- ആയിട്ട് ഇത് സ്പ്ലിറ്റ് ആവും കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെ. ഇനി അതിൽ നിന്ന് Hg2+ എത്ര ഇലക്ട്രോൺസിനെ വെച്ച് റിസീവ് ചെയ്യണം, 2 ഇലക്ട്രോൺസിനെ വെച്ച് റിസീവ് ചെയ്തിട്ട് വേണം അത് Hg ആയിട്ട് ഡെപ്പോസിറ്റ് ആവാൻ. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ 2 മോൾ ഇലക്ട്രോൺ ചെല്ലുമ്പോ 1 മോൾ മെർക്കുറി വിൽ ബി ഡെപ്പോസിറ്റഡ്, അല്ലെങ്കിൽ 2 ഫാരഡേ ഡെപ്പോസിറ്റ്സ് 1 മോൾ മെർക്കുറി. ഓക്കെ, 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ 2 × 96500 കൂളംസ് പാസ് ചെയ്യുമ്പോഴാണ് 1 മോൾ മെർക്കുറി ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ചെല്ലുന്ന കറണ്ട് 3 മണിക്കൂർ ചെല്ലുമ്പോൾ എത്ര ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. Q അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, കൂളംസിൽ കണ്ടുപിടിക്കണം. I × T ചെയ്താൽ മതിയല്ലോ. 2 ആംപിയർ കറണ്ട് 3 മണിക്കൂർ അല്ല നമുക്ക് വേണ്ട, സെക്കൻഡ്സ് ആണ് SI യൂണിറ്റ്. അപ്പൊ 3 × 60 × 60 ചെയ്താൽ മതി അല്ലേ. ഇത് ചെയ്യുമ്പോൾ 21600 കൂളംസ് എന്ന് കിട്ടും. അതായത് ഇത്രയും കൂളംസ് ചാർജ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും ചെന്ന് കഴിഞ്ഞാൽ 1 മോൾ മെർക്കുറി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പാസ് ചെയ്യുന്നത് എത്രയാ, 21600 കൂളംസ് അല്ലേ. അത് ചെന്നാൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും, ഇവിടെ നിങ്ങൾ എക്സ് എന്ന് കൊടുക്കുക, എക്സ് മോൾസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ക്രിസ് ക്രോസ് ചെയ്യണം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. 2 × 96500 into x should be equal to 21600 into 1 equal ആയിരിക്കണം. That is x is equal to 21600 divided by 96500 into 2. Okay, ഇതാണ് ഈ എക്സ് ആണ് നമ്മുടെ ആൻസർ. അത്രയും മോൾസ് ഓഫ് മെർക്കുറി വിൽ ബി ഡെപ്പോസിറ്റഡ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും മോൾസ് ഓഫ് മെർക്കുറി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും.
ഓക്കെ, ഇത് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫാരഡേസ് സെക്കൻഡ് ലോ വെച്ചിട്ടാണ്. when a steady current of 2 ampere, അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് I is equal to 2 ampere ആണ്. 2 ampere current passed through two electrolytic cells A and B containing electrolytes zinc sulfate and copper sulfate. സിങ്ക് സൾഫേറ്റിലൂടെയും കോപ്പർ സൾഫേറ്റിലൂടെയാണ് പോകുന്നത്. ഓക്കെ, കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ കറണ്ട് ആണ് ചെല്ലുന്നത് സിങ്കിലൂടെയും കോപ്പറിലൂടെയും. അപ്പോൾ 2 gram ഓഫ് കോപ്പർ വെയർ ഡെപ്പോസിറ്റഡ്. അപ്പൊ വെയിറ്റ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്, എത്രയാണ്? 2 gram ആണെന്ന് തന്നിട്ടുണ്ട്. അറ്റ് ദ കാഥോഡ് ഹൗ ലോങ് ഡിഡ് ദ കറണ്ട് ഫ്ലോ? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര നേരം കറണ്ട് പാസ് ചെയ്തു. ആൻഡ് വാട്ട് മാസ് ഓഫ് സിങ്ക് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇഫ് ദ സെയിം കറണ്ട് പാസ് ത്രൂ. അല്ലെ, ഇതേ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കോപ്പർ 2 gram ആണെങ്കിൽ സിങ്ക് എത്ര ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും, ആൻഡ് എത്ര സമയമാണ് ആ കറണ്ട് അവിടെ പാസ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാരഡേയുടെ ഫസ്റ്റ് ലോ അനുസരിച്ച് W is equal to Z into I into T എന്ന് എഴുതാം. ഓക്കെ, അതായത് എത്ര വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തോ അത് Z into I into Tക്ക് ഈക്വൽ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ കോപ്പറിന്റെ കാര്യത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത വെയിറ്റ് 2 ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു Z of copper. Z of copper നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ എഴുതിയതാണ്. 63.5 by 2 into 96500 ചെയ്തതുകൊണ്ടാണ് എഴുതാത്തത്. അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ വാലൻസി വെച്ച് എഴുതി കണ്ടുപിടിക്കണം. ഓക്കെ, 63.5 by 2 into 96500 ആണ് Z. ഇൻറ്റു കറണ്ട് 2 ആംപിയർ ആണ് പാസ് ചെയ്തിരിക്കുന്നത്, ഇൻറ്റു ടി. അപ്പൊ ടി മാത്രമേ ഇവിടെ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പൊ ടി നമുക്ക് കണ്ടുപിടിക്കാം. ടി ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 into 96500 ഡിവൈഡഡ് ബൈ 63.5 into 2 ചെയ്താൽ മതി. ഇത് ചെയ്താൽ നമുക്ക് ടി കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ടി കിട്ടും. ടി വരുന്നത് ഏകദേശം 3039.37 സെക്കൻഡ്സ് എന്നാണ് ഏകദേശം കിട്ടുന്നത്. ആണെങ്കിൽ നമുക്കിതിനെ അവറിലേക്ക് കൺവേർട്ട് ആക്കാം. അപ്പൊ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ഫ്ലോ എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പായി. ടി നമുക്ക് കിട്ടി. ഇനി എത്ര എമൗണ്ട് ഓഫ് സിങ്ക് വിൽ ബി ഡെപ്പോസിറ്റഡ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ വെയിറ്റ് ഓഫ് സിങ്ക് ഇസ് ഈക്വൽ ടു ഇലക്ട്രോകെമിക്കൽ ഇക്വാലന്റ് ഓഫ് സിങ്ക് ഇൻറ്റു I ഇൻറ്റു ടി. ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ടി ഇവിടെ ഉണ്ട്, Z ഓഫ് സിങ്ക് നമുക്ക് കണ്ടുപിടിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫാരഡേ സെക്കൻഡ് ലോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഒരേ കറണ്ട് 2 സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റ് ഡെപ്പോസിറ്റഡിന്റെ റേഷ്യോ വെയിറ്റ് ഓഫ് കോപ്പർ ബൈ വെയിറ്റ് ഓഫ് സിങ്ക് എന്ന് പറയുന്നത് അവരുടെ ഇക്വലന്റ് വെയിറ്റ് ഓഫ് കോപ്പർ ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് സിങ്കിന് ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ 2 gram ആണ്, ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സിങ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇസ് ഈക്വൽ ടു ഇക്വലന്റ് വെയിറ്റ് ഓഫ് കോപ്പർ എത്രയാണ്? കോപ്പറിന്റെ വാലൻസി 2 ആണ് അല്ലേ. കോപ്പറിന്റെ വാലൻസി 2 ആണ്. അപ്പോൾ ഇ എന്ന് പറയുന്നത്, ഇ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി ആണ്. ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ബൈ വാലൻസി ആണ്. അപ്പൊ 63.5 by 2. അതുപോലെ ഇക്വലന്റ് വെയിറ്റ് ഓഫ് സിങ്ക് എന്ന് പറയുന്നത് അറ്റോമിക് വെയിറ്റ് ഓഫ് സിങ്ക് 65.3 ആണ്, ഡിവൈഡഡ് ബൈ വാലൻസി അഗെയിൻ 2 ആണ്. ഓക്കെ, അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വലന്റ് വെയിറ്റ് ഓഫ് കോപ്പർ 63.5 by 2. ഓക്കെ, ഇക്വലന്റ് വെയിറ്റ് ഓഫ് സിങ്ക് എന്ത് വരും? 65.3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഈ ബൈ 2 രണ്ടിടത്തും കട്ടായി പോകും, ബാക്കി എന്ത് വരും? 63.5 by 65.3. ഓക്കെ, ഇപ്പൊ ഇവിടെ അൺനോൺ ആയിട്ടത് ഉള്ളത് വെയിറ്റ് ഓഫ് സിങ്ക് മാത്രമാണ്, അത് നമുക്ക് കണ്ടുപിടിക്കാം. 2 by വെയിറ്റ് ഓഫ് സിങ്ക് ഇസ് ഈക്വൽ ടു എന്താ വന്നേക്കണേ? 63.5 by 65.3 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് സിങ്ക് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 into 65.3 ഡിവൈഡഡ് ബൈ 63.5 എന്ന് വരും. ഏകദേശം 2ന് മേലെ ഒരു 2.1 2.2 ഗ്രാമോ ഒക്കെ വരും. ഓക്കെ, അപ്പോൾ 2 ലോയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തനിയൊന്ന് ചെയ്തു നോക്കുക, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.